ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ ദി ഡിസൈൻ ഓഫ് എ വൺ വേ സ്ലാബ്. വൺ വേ സ്ലാബിൻ്റെ ഡിസൈനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സാണ്. എങ്ങനെയാണ് ഒരു വൺ വേ സ്ലാബ് ഡിസൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസ്യൂമിങ് ദി സ്യൂട്ടബിൾ ബിയറിംഗ് വിച്ച് ഈസ് നോട്ട് ലെസ് ദാൻ 100 mm. അപ്പോൾ നമ്മൾ ഒരു ബിയറിംഗ് അസ്യൂം ചെയ്യണം. ബിയറിംഗ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിൻ്റെ ഡിസ്റ്റൻസാണ് എന്ത് ബിയറിംഗ് എന്ന് പറയുന്നത്. സപ്പോർട്ടിൻ്റെ വിഡ്ത്തിനെയാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിയറിംഗ് അസ്യൂം ചെയ്യണം. നമ്മൾ സാധാരണ ഒരു 100 mm കുറവുള്ള ഒരു ബിയറിംഗ് ആണ് അസ്യൂം ചെയ്യേണ്ടത്. ഫൈൻഡ് ദി സ്പാൻ ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് ബിയറിംഗ്. ബിയറിങ്ങിൻ്റെ സെൻറ്റർ വരെയുള്ള സ്പാന് കണ്ടെത്തുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ദി തിക്നെസ് ടു ദി സ്ലാബ്. സ്ലാബിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കണം. ദ തിക്നെസ് ഓഫ് സ്ലാബ് ഈസ് ഗവേൺഡ് ബൈ ഡിഫ്ലക്ഷൻ കൺസിഡറേഷൻ റാദർ ദാൻ ഫ്ലെക്ഷണൽ കൺസിഡറേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞതാണ്, നമ്മൾ തിക്നെസ് കണ്ടുപിടിക്കുന്നത് ഡിഫ്ലക്ഷൻ കൺസിഡറേഷനിലാണ്, ഫ്ലെക്ഷണൽ കൺസിഡറേഷനേക്കാളും. ദെൻ തിക്നെസ് ഓഫ് സ്ലാബ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്പാൻ എന്ന് പറഞ്ഞാൽ സ്പാൻ ടു ദി സെൻറ്റർ ഓഫ് ബിയറിംഗ് ബൈ 20 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ. നമ്മൾ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ബേസിക് സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ബേസ് ചെയ്തിട്ട്. അപ്പോൾ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ 20 ആണ് വരുന്നത്. അപ്പോൾ സ്പാൻ ബൈ 20 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ പ്ലസ് എഫക്റ്റീവ് കവറാണെന്ത് ടോട്ടൽ തിക്നെസ് ഓഫ് ദി സ്ലാബ് വരുന്നത്. The modification factor depends upon the percentage of tensile steel which may initially assumed from 0.3 to 0.4%. മോഡിഫിക്കേഷൻ ഫാക്ടർ സാധാരണ ഡിപ്പെൻഡ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ്. അപ്പോൾ നമ്മൾ സാധാരണ അസ്യൂം ചെയ്യുന്നത് 0.3 to 0.4% ആണ്. 0.3% സ്റ്റീൽ മോഡിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1.43 ആണ്. അപ്പോൾ സാധാരണ ഒരു 0.3 to 0.4% ആണ് എന്ത് കൊടുക്കുന്നത്, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കൊടുക്കാറ് ഉണ്ടാവുക സ്ലാബിൽ. അപ്പോൾ അതുകൊണ്ട് 0.3% ആണെങ്കിൽ 1.43 ആണ് വരുന്നത്. അത് നമുക്ക് IS കോഡിൽ ആ ഗ്രാഫ് ഉണ്ട്, നമ്മൾ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാഫിൽ നോക്കിയാലാണ് മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടുന്നുണ്ടാവുക. ഇനി യൂസിങ് 8 mm ഡയമീറ്റർ ബാസ് ഇഫ് Fe415 സ്റ്റീൽ. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് 8 mm ഡയമീറ്റർ ബാസാണ്. Fe415 സ്റ്റീൽ ഉപയോഗിക്കുകയാണെങ്കിൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് 10 mm ബാസാണ് നമ്മൾ ഉപയോഗിക്കാറ് ഇഫ് വി ആർ യൂസിങ് 250 Fe250 സ്റ്റീൽ ഉപയോഗിക്കുകയാണെങ്കിൽ. ഫൈൻഡ് ദി എഫക്റ്റീവ് കവർ ടു റീഇൻഫോഴ്സ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ദി ബാർ ഡയമീറ്റർ പ്ലസ് 15 mm. എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞാൽ ഹാഫ് ദി ബാർ ഡയമീറ്റർ പ്ലസ് 15 mm ആണ്. അപ്പോൾ ദസ് ദി ടോട്ടൽ തിക്നെസ് ഓഫ് ദി സ്ലാബ് വിച്ച് മേ ബി റൗണ്ടർ ഓഫ് ടു കൺവീനിയൻറ്റ് വാല്യൂ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു കൺവീനിയൻറ്റ് വാല്യൂയിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ തിക്നെസ് ഓഫ് സ്ലാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്, നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, തിക്നെസ് ഓഫ് സ്ലാബ് കണ്ടുപിടിക്കുന്നത് ഡിഫ്ലക്ഷൻ കൺസിഡറേഷനാണ്. അപ്പോൾ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ വെച്ചിട്ടാണ്. പ്ലസ് എഫക്റ്റീവ് കവർ. എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞാൽ ബാർ ഡയമീറ്റർ നമ്മൾ സാധാരണ എടുക്കാറുള്ളത് Fe415 ആണെങ്കിൽ 8 mm, Fe250 ആണെങ്കിൽ 10 mm ആണ്. അപ്പോൾ ബാർ ഡയമീറ്റർ പ്ലസ് ഹാഫ് ദി ബാർ ഡയമീറ്റർ പ്ലസ് 15 mm ആണ് എന്ത് വരുന്നത്, എഫക്റ്റീവ് കവർ വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ തിക്നെസ് കിട്ടും. അപ്പോൾ ടോട്ടൽ തിക്നെസ് കിട്ടി. ഇനി മൂന്നാമത്തെ ഇത് വരുന്നത് ദ ആക്ച്വൽ എഫക്റ്റീവ് സ്പാൻ ഓഫ് സ്ലാബ് വിച്ച് ഈസ് ലെസ് ദാൻ ദി ഫോളോയിങ്. നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എഫക്റ്റീവ് സ്പാൻ ഓഫ് സ്ലാബാണ്. ആക്ച്വൽ എഫക്റ്റീവ് സ്പാൻ ഓഫ് സ്ലാബാണ്. ആ വാല്യൂ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ദി ഫോളോയിങ്. ഇതിനേക്കാളും കുറയാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ അല്ല, വിച്ച് ഈസ് ലെസർ ദി ഫോളോയിങ്. ഇതിലേതെങ്കിലും ഒരു ചെറിയ വാല്യൂ ആയിരിക്കും എന്ത് എഫക്റ്റീവ് സ്പാൻ ആയിട്ട് വരുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് ബിയറിംഗ് അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഇതിലേതെങ്കിലും ഏതാണോ ചെറിയ വാല്യൂ അതാണ് എന്ത് എഫക്റ്റീവ്
സ്പാനായിട്ട് വരുന്നത്. ഇത് നമ്മൾ കോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിൽ കോഡിൻ്റെ ക്ലോസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോഡിൻ്റെ ഇതിൻ്റെ എഫക്റ്റീവ് സ്പാനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലോസ് എല്ലാം നിങ്ങൾ നോക്കുക. ഇതൊരു സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ബിയറിംഗ്, അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഇതിലേതാണോ ചെറിയ വാല്യൂ അതാണെന്ത് എഫക്റ്റീവ് സ്പാനായിട്ട് വരിക. നമ്മൾ എഫക്റ്റീവ് സ്പാനും കണ്ടെത്തി. ഇനി നാലാമത്തെ സ്റ്റെപ്പ് വരുന്നത് എസ്റ്റിമേറ്റ് ദി ടോട്ടൽ ലോഡ് ഓൺ സ്പാൻ. ടോട്ടൽ ലോഡ് എന്ത് ചെയ്യണം, നമുക്ക് കണ്ടെത്തണം. പെർ സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ കണ്ടെത്തുക. ഇഫ് ദി തിക്നെസ് ഓഫ് സ്ലാബ് ഈസ് DMM, തിക്നെസ് ഓഫ് സ്ലാബ് നമ്മൾ DMM ആണെങ്കിൽ, ദെൻ ഡെഡ് ലോഡ് എന്താണ്, ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ D/1000 × 1 × 25,000 Nm/m³ ആണെന്ത്, 25,000 Nm/m³ ആണ് കോൺക്രീറ്റിൻ്റെ. അപ്പോൾ ഡെഡ് ലോഡ് വരുന്നത് പെർ സ്ക്വയർ മീറ്റർ. നമ്മൾ 1 മീറ്റർ ലെങ്ത്തിലാണ് എന്ത് ചെയ്യുക, ഡെഡ് ലോഡ് കണ്ടെത്തുക. ഡെഡ് ലോഡ് കണ്ടെത്തുമ്പം B എടുക്കുന്നത് 1 മീറ്ററാണ്. D എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് സ്ലാബാണ്. അപ്പോൾ ഡെപ്ത് ഓഫ് സ്ലാബ് ഇൻ മീറ്ററിലാക്കുമ്പോൾ ബൈ 1000 കൊണ്ട് എന്ത് ചെയ്യണം, ഹരിക്കണം. അതാണ് D/1000 വരുന്നത് ഇൻ മീറ്ററിലാക്കിയിട്ട്. അപ്പോൾ D എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് സ്ലാബ് ഇൻ മില്ലിമീറ്ററാണ്. അപ്പോൾ മീറ്ററിലാക്കാനാണ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ D/1000 × 1 എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് 1 മീറ്ററിലാണ് എടുക്കുന്നത്. സ്ലാബിലൊക്കെ നമ്മൾ പെർ 1 മീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡെഡ് ലോഡ് കണ്ടെത്തുന്നത്. അപ്പോൾ D/1000 × 1 × 25,000. അപ്പോൾ 25D ആണ് സാധാരണ എന്ത് വരിക, ഡെഡ് ലോഡ് പെർ സ്ക്വയർ മീറ്റർ വരിക. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഒരു എക്സാമ്പിളാണ്. ഡെഡ് ലോഡ് ഫോർ 120 mm സ്ലാബ് ആണെങ്കിൽ 25 × 120 3000 Nm/m² ആയിരിക്കും. ഇനി ഫ്ലോർ ഫിനിഷൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലോർ ഫിനിഷിൻ്റെ ഒരു വെയിറ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വെയിറ്റ്, യൂണിറ്റ് വെയിറ്റ് PCCൻ്റെ 24,000 Nm/m³, PCCൻ്റെ യൂണിറ്റ് വെയിറ്റ് ആയിട്ട് കരുതിയിട്ടാണ് എന്ത് ചെയ്യുക, കണ്ടെത്തുക. അപ്പോൾ ഫ്ലോർ ഫിനിഷിൻ്റെ ഡെഡ് ലോഡ് വരുമ്പം ഇഫ് D' എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡിൻ്റെ ഡെപ്ത് ആണെങ്കിൽ D'/1000 × 1 × 24,000, ദാറ്റ് ഈസ് 24 × D' Nm/m² ആയിരിക്കും. ഒരു എക്സാമ്പിളാണ്. ഫ്ലോർ ഫിനിഷ് വരുന്നത് 20 mm ആണെങ്കിൽ നമ്മൾ 20 mm ഫ്ലോർ ഫിനിഷിൻ്റെ ഡെഡ് ലോഡ് ഇൻ മീറ്റർ² എന്ന് പറഞ്ഞാൽ 24 × 20 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ ഫിനിഷും അതുപോലെ തന്നെ സ്ലാബിൻ്റെ ഡെഡ് ലോഡും. അപ്പോൾ രണ്ടും കൂടിയതാണെന്ത്, അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡ് ആൻഡ് ഫ്ലോർ ഫിനിഷ് പ്ലസ് ലൈവ് ലോഡ് ഓഫ് ദി സ്ലാബ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് എന്ത് വരിക, ടോട്ടലായിട്ട് ലോഡ് വരിക. ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. ലൈവ് ലോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ വരുന്നത് 2000 Nm/m² to 3000 Nm/m² ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ ലോഡിനെ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദി പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. കോഡ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമ്മൾ ലോഡ് ഫാക്ടർ എത്ര വരുന്നത് 1.5 ആണ് സാധാരണ എടുക്കാറുള്ളത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ടോട്ടൽ ലോഡ് നമ്മൾ അൾട്ടിമേറ്റ് ലോഡാക്കാൻ വേണ്ടി ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് 1.5. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത് ലോഡ് കണ്ടുപിടിക്കുക, ഡെഡ് ലോഡ് കണ്ടുപിടിക്കുക. ഡെഡ് ലോഡ് ടോട്ടൽ ലോഡ് കിട്ടാൻ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ്. ഇതിനെ നമുക്ക് W ആക്കാൻ എന്ത് ചെയ്യണം, വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 1.5. എന്നാൽ നമുക്ക് അൾട്ടിമേറ്റ് ലോഡ് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ഫാക്ടേർഡ് മൊമെൻറ്റ് കണ്ടെത്തണം. ഫാക്ടേർഡ് മൊമെൻറ്റ് കണ്ടെത്താൻ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് WL²/8 ആണ്. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, ഫാക്ടേർഡ് മൊമെൻറ്റ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി നമുക്ക് ഈക്വൽ ദി ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ടു ദി ഫാക്ടേർഡ് മൊമെൻറ്റ് ആൻഡ് ഫൈൻഡ് ദി എഫക്റ്റീവ് ഡെപ്ത് റിക്വയർഡ് ഫ്രം ദി ഫ്ലെക്ഷറൽ സ്ട്രെങ്ത് കൺസിഡറേഷൻ.
ഇനി ഫ്ലെക്ചറൽ സ്ട്രെങ്ത് കൺസിഡറേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ദാറ്റ് ഈസ് MU ലിമിറ്റ് ഫോർ FE 250 സ്റ്റീൽ ആണെങ്കിൽ നമ്മളിത് പഠിച്ചതാണ്. 0.138 FCK/PD². FE 415 ആണെങ്കിൽ FE 250 ആണെങ്കിൽ 0.149 FCK/PD². അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഇത് സിംപ്ലിഫൈഡ് ഇക്വേഷനാണ്. ഒന്നുകിൽ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അനക്സ് ജിയിലെ G1.1ലെ B എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് വരുന്നത്. അപ്പോൾ ഈ സിംപ്ലിഫൈഡ് ഇക്വേഷൻ നിങ്ങളൊന്ന് കാണാതെ പഠിച്ചാൽ മതി. നിങ്ങൾ ബീമിനും ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ FE 415 ആണെങ്കിൽ നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അനക്സ് G.1ലെ G1.1 ഇത് സിംപ്ലിഫൈഡ് ഇക്വേഷൻ ഓഫ് G1.1ലെ B നമ്മുടെ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഇക്വേഷനാണ്. 0.87 FAST B അല്ല C ആണ്. G1.1ലെ C ഇക്വേഷനാണ്. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് MU ലിമിറ്റിൻ്റെ ഇക്വേഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സിംപ്ലിഫൈഡ് ഇക്വേഷനാണ് 0.138 FCK/PD² ഫോർ FE 415. FE 250 ആണെങ്കിൽ 0.149 FCK/PD². നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, MU ലിമിറ്റ് അത് G1.1ലെ C എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ റെഫർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ FE 415 ആണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് 0.138 FCK/PD² ആണ്. FE 250 ആണെങ്കിൽ 0.149 FCK/PD² ആണ്. സാധാരണ നമുക്ക് FE 415 FE 250 ആണ് ചോദിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, D കണ്ടെത്താൻ കഴിയും. ഇറ്റ് ഈസ് റൂട്ട് ഓഫ് MU ഡിവൈഡഡ് ബൈ 0.138 ഇൻറ്റു FCK ഇൻറ്റു B സാധാരണ എടുക്കാറ് 1 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 1000 mm ആണ്. B സ്ലാബിൽ എടുക്കാറുള്ളത് 1000 mm ആണ്. പെർ 1 മീറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഡിസൈന് ചെയ്യാറുള്ളത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. സ്ലാബിൽ നമ്മൾ B എടുക്കാറുള്ളത് 1 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 1000 mm ആണ്. അപ്പോൾ പെർ 1 മീറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ എല്ലാം ചെയ്യാറുള്ളത്. The effective depth determined above from the flexural consideration in most of the cases is quite small. ചെറുതായിരിക്കും. The actual requirement is from the deflection consideration. അപ്പോൾ സാധാരണ ഡിഫ്ലക്ഷൻ കൺസിഡറേഷനിലേക്കാണ് ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ദി ഏരിയ ഓഫ് സ്റ്റീൽ റിക്വയർഡ് പെർ മീറ്റർ വിഡ്ത്ത്. പെർ മീറ്റർ വിഡ്ത്തിലുള്ള ഏരിയ റിക്വയർഡ് കണ്ടെത്തണം, ഏരിയ ഓഫ് സ്റ്റീൽ റിക്വയർഡ് കണ്ടെത്തണം. നമ്മൾ സെയിം ഇക്വേഷൻ തന്നെയാണ് ബീമിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തും, പെർ മീറ്റർ ലെങ്ത്തിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടെത്തും. B എന്ന് പറഞ്ഞാൽ 1000 mm ആണ്. അപ്പോൾ AST എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ബൈ 1000 ഇൻറ്റു BD. B എന്ന് പറഞ്ഞാൽ 1000 mm ആണ്. അതാണ് 1000 ഇൻറ്റു D എന്ന് അടയാളപ്പെടുത്തിയത്. ദാറ്റ് ഈസ് AST ബിക്കം നമ്മൾ PT/100 എന്ന് 0.5 വരും. 0.5 FCK/FY ഇൻറ്റു 1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 4.6 FCK ഇൻറ്റു MU/BD². അപ്പോൾ AST ഇങ്ങനെ വരും. ഇത് നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇറ്റ് ഈസ് സിംപ്ലിഫൈഡ് ഇക്വേഷൻ ഓഫ് G1.1ലെ B. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷനാണെന്ത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്നെങ്കിൽ G1.1ലെ B എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് AST കണ്ടെത്താം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാതെ പഠിച്ചാണ്ട് ASTയും കണ്ടെത്താം. ആദ്യം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കിട്ടും. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ AST/BD ആണ്. PT എന്ന് പറഞ്ഞാൽ AST/BD ആണ്. AST/BD ആണ് PT. അപ്പോൾ PT ഇൻറ്റു BD ആണെന്ത് AST വരുന്നത്. B എടുക്കുന്നത് ഇൻ
സ്ലാബിൽ ഇറ്റ് ഈസ് 1000 mm ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ പ്രൊവൈഡഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0.12%. Fe415 ആണെങ്കിൽ 0.12%. മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. Fe415 ആണെങ്കിൽ 0.12%. കൂടുതലായിരിക്കണം. 250 ആണെങ്കിൽ 0.15% കൂടുതലായിരിക്കണം. ഇനി അതിൻ്റെ സ്പേസിംഗ് ഓഫ് ബാസ് ആണ്. പ്രൊവൈഡ് 8 mm ബാസ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുകയാണെങ്കിൽ 10 mm ബാസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ Fe415 ആണെങ്കിൽ 8 mm ബാസ് ആണ്. 250 ആണെങ്കിൽ 10 അല്ലെങ്കിൽ 12 mm ബാസ് ആണ് ഉപയോഗിക്കാറുള്ളത്. സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് 1 bar into 1000/AST. സ്പേസിംഗ് ഇതാണ്. ഏരിയ ഓഫ് 1 bar into 1000/AST ആണെന്ത് സ്പേസിംഗ് ഓഫ് ബാർ. 1000 എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? സ്പേസിംഗ് ഓഫ് ബാർ കിട്ടുക. ഇനി ഇവൻ്റെ ആൾട്ടർനേറ്റ് ബാസ് അറ്റ് 1/10 ഓഫ് ദി സ്പാൻ ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ബിയറിംഗ്. ഇവൻ്റെ ആൾട്ടർനേറ്റ് ബാർസ് അറ്റ് 1/10 ഓഫ് ദി സ്പാൻ. 1/10 ഓഫ് സ്പാനിൽ എന്ത് ചെയ്യണം? ആൾട്ടർനേറ്റ് ബാർസ് നമ്മൾ ബെൻഡ് ചെയ്യണം അറ്റ് ദി സെൻറ്റർ ഓഫ് ബിയറിംഗ്. സെൻറ്റർ ഓഫ് ബിയറിങ്ങിൽ ഏരിയ ഓഫ് ബാസ് ജനറലി യൂസ്ഡ്. ഏരിയ ഓഫ് ബാസ് ആണ് സാധാരണ ഉപയോഗിക്കുന്ന. ദാറ്റ് ഈസ് 8 mm ആണെങ്കിൽ 15 mm² ആണ്. 10 mm ആണെങ്കിൽ 79 mm² ആണ്. 12 mm ആണ്. ഇത് 10 അല്ല. 12 mm ആണെങ്കിൽ 113 mm² ആണ് സാധാരണ ഉപയോഗിക്കുന്ന. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. അല്ലെങ്കിൽ π/4d² ചെയ്താൽ മതി. ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാക്സിമം സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം സ്പേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 times ദി എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദി സ്ലാബ് അല്ലെങ്കിൽ 300 mm. ഷാൾ നോട്ട് എക്സീഡ്. ഒന്നുകിൽ മാക്സിമം 300 mm എക്സീഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ 3 times ദി എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദി സ്ലാബ്. ഏതാണോ ചെറുത് ആ വാല്യൂവിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. മിനിമം സ്പേസിംഗ് എന്തായിരിക്കണം? ഇറ്റ് ഈസ് 75 mm ആയിരിക്കണം. അപ്പോൾ സ്പേസിംഗ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് 100 mm to 150 mm ആണ്. ഇതും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ചെക്ക് ഫോർ സർവീസിബിലിറ്റി. ഫൈൻഡ് ദി പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ പ്രൊവൈഡഡ്. ദിസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദി പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ അസ്യൂംഡ് ഇനീഷ്യലി. ഹവർ if the percentage of steel exceeds the value assumed initially, find the actual modification factor corresponding to the percentage of steel provided and find the depth of required for serviceability. See if the depth provided is more than the depth required for serviceability. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഒരു ഡെപ്ത് അസ്യൂം ചെയ്തിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോയിൽ. അതിൽ മോഡിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിനനുസരിച്ച് എന്ത് ചെയ്യണം? വി ഹാവ് ടു മോഡിഫൈ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ 1 way സ്ലാബിൽ മെയിൻ ഷോർട്ട് സ്പാനിൽ അലോങ് ആയിട്ട് നമ്മൾ മെയിൻ ബാർസും കൊടുക്കും. ഇനി ലോങ് സ്പാനിൽ അലോങ് ആയിട്ട് എന്ത് കൊടുക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ബാർസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രൊവൈഡ് ദി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ റണ്ണിങ് റൈറ്റ് ആംഗിൾ ടു ദി മെയിൻ സ്റ്റീൽ. ദ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ഷാൾ ബി 0.12% ഓഫ് ഗ്രോസ് ഏരിയ ഓഫ് ദി സ്ലാബ്. Fe415 ആണെങ്കിൽ നമ്മൾ 0.12% ആണ് കൊടുക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. 250 ആണെങ്കിൽ 0.15% ഓഫ് ഗ്രോസ് ഏരിയ. ഡയമീറ്റർ ഓഫ് ബാർസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർസിൻ്റെ ഡയമീറ്റർ സാധാരണ ഉപയോഗിക്കാറുള്ളത് 8 mm. Fe415 ആണെങ്കിൽ 6 mm ഫോർ Fe250. ഇനി സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 5 times ദി എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദി സ്ലാബ് അല്ലെങ്കിൽ 300 whichever is small. അപ്പോൾ 5 times ദി ഡയമീറ്റർ അല്ലെങ്കിൽ 300 mm. ഇതിൻ്റെ ചെറുതിൽ ഏതാണോ അതിനേക്കാളും എന്ത് ചെയ്യാൻ പാടില്ല? എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇനി ചെക്ക് ഫോർ ഷിയർ ആണ്. ഷിയറിൻ്റെ ചെക്കാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടോവി കണ്ടെത്തണം. ടോവി എന്ന് പറഞ്ഞാൽ VU/BD ആണ്. VU എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആണ്. B എന്ന് പറഞ്ഞാൽ 1000 mm ആണ്. D പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത് ആണ്. അപ്പോൾ ഈ ടോവി വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ K ടോസി ആയിരിക്കണം. ഇത് പറയുന്നത് നമ്മൾ ടോവി വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ടോസി എന്നാണ് നമ്മൾ സാധാരണ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനുള്ള കേസാണ് പറയുന്നത്. ടോവി ഷുഡ് ബി ലെസ് ദാൻ ടോസി ആയിരിക്കണം.
എന്നാൽ അതിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ആവശ്യമില്ലാതിരിക്കുള്ളൂ. അപ്പോൾ ടോവി ഇപ്പോൾ സ്ലാബിൻ്റെ കേസിൽ ടോവി ഷുഡ് ബി ലെസ് ദാൻ കെ ടോസി ആണ്. ഇതിന് നിങ്ങൾ അപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൽ ഷുഡ് സാറ്റിസ്ഫൈ ദി ഫോളോയിങ് കണ്ടീഷൻ. ഇത് നമ്മൾ കോഡിൽ 26.2.3.3 എന്ന് പറഞ്ഞ ക്ലോസിൽ പറയുന്നതാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് മൊമെൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റിലെ കേസിലാണ് പറയുന്നത്. അപ്പോൾ അതിലാണ് എൽ ഡി ഷുഡ് ബി ലെസ് ദാൻ 1.3 m1/vu പ്ലസ് L0. L0 എന്ന് പറഞ്ഞാൽ ആങ്കറേജ് ലെങ്ത് ആണ് beyond the center of the support, which shall not be taken as less than d or 12.5. അപ്പോൾ അത് ലിമിറ്റ് ചെയ്തിട്ടുള്ളത് എഫക്റ്റീവ് ഡെപ്ത്ത് അല്ലെങ്കിൽ 12 times the diameter of the bars ആണ് മാക്സിമം വാല്യൂ വരേണ്ടത്. ഇനി M1 എന്ന് പറഞ്ഞാൽ നമ്മൾ G1.1 ബി എന്ന് പറഞ്ഞിട്ടുള്ള അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഇക്വേഷനാണ്. G1.1 ബി ഇക്വേഷനാണ്. ദാറ്റ് ഈസ് നമ്മൾ ഇക്വേഷൻ 0.87 FASTD ഇൻറ്റു 1 - AST FY/BD ഇൻറ്റു FCK. ദാറ്റ് ഈസ് G1.1 ബി എന്ന് പറഞ്ഞുള്ള ഇക്വേഷൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഇക്വേഷനാണ്. ഇനി എൽ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതാണ്. എൽ ഡി നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചതാണ്. 0.87 FY/4 tau BD നമ്മൾ 26.2.1 പഠിച്ചതാണ്. ക്ലോസ് 26.2.1. അപ്പോൾ ഈ ക്ലോസ് റെഫർ ചെയ്താൽ നമുക്ക് എൽ ഡിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ എന്ത് ചെയ്യണം? വി ഹാവ് ടു ചെക്ക്. ഇനി ആൾ ബാസ് മസ്റ്റ് ബി taken into support at least for a distance of LD/3. എല്ലാ ബാസ് എന്ത് ചെയ്യണം? സപ്പോർട്ടിലോട്ട് LD/3 ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അതാണ് ആങ്കറേജ് ലെങ്ത് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്റ്റെപ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്റ്റെപ്സും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റെപ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്റ്റെപ്സ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ സാധാരണ ഒരു ബീം ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ബ്രെഡ്ത്ത് എടുക്കുന്നത് 1 mm ആണ്, 1 mm അല്ല 1000 mm ആണ്, പെർ 1 മീറ്ററിലാണ്. ബാക്കിയുള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ സ്റ്റെപ്സ് നമ്മൾ മനസ്സിലാവും. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.